ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ. അതിൽ തന്നെ മിഡ്ഫീൽഡേഴ്സിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആൻഡേഴ്സൺ, ടൊണാലി, ബലേബ, ആഡം വാർട്ടൺ എന്നിങ്ങനെ കുറേ പ്ലേയേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റായിട്ട് വരുന്ന റിപ്പോർട്ട്സ് പ്രകാരം അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജാവോ ഗോമസ്, വോൾഫ്സിൻ്റെ പ്ലെയറായിട്ടുള്ള ജാവോ ഗോമസിനെ വേണമെന്നാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് ഇതിന്. അതായത് പോസിറ്റീവ് സൈഡ് ഫസ്റ്റ് എടുത്ത് പറഞ്ഞാൽ മേ ബി നമ്മളൊരു തേർഡ് ഓപ്ഷനായിട്ടായിരിക്കും ജാവോ ഗോമസിനെ നോക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. പക്ഷേ ഇനിയോസിൻ്റെയും അതേപോലെ തന്നെ ഗ്ലേസേഴ്സിൻ്റെയും ഒരു ബിസിനസ് രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾക്ക് വരാൻ പോകുന്ന രണ്ടാമത്തെ ഓപ്ഷനാണോ ജാവോ ഗോമസ് എന്നാണ് എന്നെ പേടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ജാവോ ഗോമസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആസ് തേർഡ് ഓപ്ഷനാണോ അതോ നമ്മുടെ പ്രയോറിറ്റി സൈനിങ് ആണോ, അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ മിഡ്ഫീൽഡർ ആയിട്ടാണോ എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ കേട്ടൊരു പേര് ആഡം വാർട്ടൺ ആണ്. ഈ ആഡം വാർട്ടൻ്റെ പേരും കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാകില്ല. നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. പക്ഷേ ആഡം വാർട്ടൺ വന്നു കഴിഞ്ഞാൽ എവിടെ കളിപ്പിക്കും എന്നുള്ളത് എനിക്ക് അറിയാത്തത്. കാരണം ഓൾറെഡി ഇവിടെ കോപ്പി മെയിനുണ്ട്. പിന്നെ ഇന്നലത്തെ അതല്ലെങ്കിൽ മിഞ്ഞാനത്തെയോ ഇംഗ്ലണ്ടിനായിട്ടുള്ള മാച്ച് ഞാൻ കണ്ടു. ജപ്പാൻ ഇംഗ്ലണ്ട് മാച്ച് കണ്ടു. അതിൽ ആൻഡേഴ്സൺ, കോപ്പിമെൻ്റെ പെർഫോമൻസ് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. വലിയ മെച്ചമൊന്നുമില്ല. രണ്ടും നല്ല പ്ലെയേഴ്സ് നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ കോമ്പിനേഷൻ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി രണ്ടുപേരും DM അല്ല. ഒരൊറ്റ കൗണ്ടർ വന്നു കഴിഞ്ഞാൽ പണി പാടുന്നുള്ളത് ഉറപ്പാണ്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻഡേഴ്സിനെ വാങ്ങുമ്പോൾ എന്തായാലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ മസ്റ്റ് ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിലോട്ടാണ് ഈ ജാവോ ഗോമസിൻ്റെ പേരൊക്കെ കയറി വരുന്നത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഡീലാവാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും ഏകദേശം ടൊണാലി ന്യൂസ് ഒരു PR സ്റ്റണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഇപ്പോൾ ഞാൻ മാർക്ക് ഗോൾബ്രിഡ്ജിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതിൽ തന്നെ മൂപ്പർ പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉള്ളിൽ നിന്ന് പോയ റിപ്പോർട്ടാണ് ഈ ടൊണാലിൻ്റെ ഗാംബ്ലിംഗ് ഇഷ്യൂ എന്നുള്ളത്. അത് ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ എന്നാലും പറയാം. ഈ ഗാംബ്ലിംഗ് ഇഷ്യൂ യുണൈറ്റഡിൽ വരുമ്പോൾ ഒരു സീനാണ്. അതായത് ബാക്കിയുള്ള യുണൈറ്റഡിനെ കുറിച്ച് എഴുതുന്ന മീഡിയയൊക്കെ അത് എടുത്ത് പറയും എന്നുള്ളത് ഞാൻ അന്ന് കുറച്ച് ദിവസങ്ങൾ മുമ്പേ ലൈവിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതേ സംഭവം മാഞ്ചസ്റ്ററിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാൻഡ്രോ ടൊണാലി ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സാൻഡ്രോ ടൊണാലിൻ്റെ ഏജൻസ് ഇത് കേൾക്കുമ്പോൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ടൊണാലി ഡീൽ ഡെഡായ മട്ടാണ്. ഇനിയിപ്പോൾ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ ടൊണാലിക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പോയാലും ടൊണാലി ഇനി വരുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ബ്രൂണോ ഗുമേറസിനെ ഫുള്ള് തള്ളിക്കളയുന്നില്ല. ഐ ഹാവ് ദിസ് ഫീലിംഗ് നമ്മൾ മിക്കവാറും ബ്രൂണോ ഗുമേറസിൻ്റെ അടുത്ത് വീണ്ടും ചെല്ലും എന്നുള്ളത് എനിക്കൊരു ഫീലുണ്ട്. അതിൻ്റെ ഫാക്ടർ കസമീറോയും കൂടിയാണ്. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വെച്ചെന്നുള്ളൂ. നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഡിക്ഷൻ കേൾക്കുന്നൊക്കെ വേണേൽ അപ്പോൾ പറയാം. ഇല്ലെങ്കിൽ ബ്രോ അന്ന് പറഞ്ഞത് മൂഞ്ചിപ്പോയി എന്ന് പറയാം. എന്തായാലും കുഴപ്പമില്ല, രണ്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ കേട്ടത് അല്ലെങ്കിൽ ഞാൻ കണ്ടുവരുന്നൊരു സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മിഡ്ഫീൽഡേഴ്സൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് വരാൻ പോകുന്ന റൈറ്റ് ബാക്ക് ആരാ? അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ ആരും ഒന്നും പറയാത്തേ? എന്തിനാ സഹിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ചോദിച്ച പോലെ ഈ റൈറ്റ് ബാക്ക് നമ്മൾ അടുത്ത വർഷം ഡയാലോനും മസ്റാവിനും വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ റൈറ്റ് ബാക്ക് ഇല്ലാതെ കളിക്കുക, അല്ലെങ്കിൽ അതിന് പകരം വല്ല സിമൻറ്റിച്ചൊക്കെ കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി ഡയാലോയ്ക്ക് പകരം മസ്റാവി ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ബാക്ക് യുണൈറ്റഡിന്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു റൈറ്റ് ബാക്ക് മസ്റ്റാണ്. ലെഫ്റ്റ് ബാക്ക് എന്തായാലും വേണം, റൈറ്റ് ബാക്കും വേണമെന്നുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ യുണൈറ്റഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ റൈറ്റ് ബാക്കിനെ വാങ്ങുമോ? ഇത് ഞാൻ പറയാൻ കാരണം അല്ലെങ്കിൽ ചോദിക്കാൻ കാരണം, ഞാൻ ഇതുവരെ ഇത്രയും ദിവസമായിട്ടും ഇൻ്റർനാഷണൽ ബ്രേക്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് ബാക്കുകളെ കുറിച്ച് ന്യൂസൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞ സോളിഡ് ന്യൂസ് കാണുന്നില്ല. അവിടെ നിന്നൊക്കെ ചെറിയ റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ട്. അതായത് ഇന്ന പ്ലെയറിന് താല്പര്യമുണ്ട്, ഈ പ്ലെയറിന് താല്പര്യമുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതിൽ ഒരു ബെൻഫിക്കൻ്റെ പ്ലെയറോ ഏതൊരു പ്ലെയർ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ അത്ര സോളിഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടൊന്നുമല്ല. പാൻഡി മിറ്റണോ, ലോറി വിറ്റ്വാലോ അല്ലെങ്കിൽ ഡേവിഡ് ഓൺസിനോ, ഫെബ്രസിയോ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ മിസ് ഔട്ടായി പോയതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ 18-19 വയസ്സിലുള്ള റൈറ്റ് ബാക്കിന് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സാണ്. എസ്പെഷ്യലി ചാമ്പ്യൻസിൽ കളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ 18 വയസ്സുള്ള പ്ലെയർ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് ചെൽസിയുടെ അവസ്ഥയാവും. ഇപ്പോൾ ചെൽസിയുടെ ഏകദേശം നഷ്ടക്കച്ചവടമാണെന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ അവസ്ഥയ്ക്ക് നമ്മൾ പോകാതിരിക്കാനാണ് നമുക്ക് ഈ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് വേണമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് റൈറ്റ് ബാക്കുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? അതോ ഡയലോ തന്നെ മതിയോ നെക്സ്റ്റ് സീസണിലോട്ട് എന്നുള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻസ് വളരെ മോശം ഓപ്ഷൻസാണ് റൈറ്റ് ബാക്കിൽ. മസ്റാവി മാത്രമാണ് കുറച്ച് മെച്ചമുള്ളൂ. പക്ഷേ കാരിക്ക് മസ്റാവിനെ പിക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുമില്ല. സോ ഡയലോനെ വെച്ച് പോകാനാണെങ്കിൽ നമ്മൾ മിക്കവാറും അടുത്ത സീസണിലെ പല ഗെയിംസും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ നെഞ്ചരിച്ചിനുള്ള ഗുളിക കഴിച്ച് കാണേണ്ടി വരും. സോ എന്തായാലും അതോടെ ഇരിക്കട്ടെ. പിന്നെ ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യമാണ്.
ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴും സോളിഡായിട്ട് ന്യൂസ് വരുന്നത് ലൂയിസ് സ്കെല്ലിനെ കുറിച്ചിട്ടാണ്. ആർസണൽ ഫാൻസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലൂയിസ് സ്കെല്ലിയെ കുറിച്ചിട്ട്? നല്ല പ്ലെയർ ആണോ അല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. യുണൈറ്റഡ് ഫാൻസ് താഴെ കമൻറ്റ് ചെയ്യുക ലൂയിസ് സ്കെല്ലി നമ്മൾ വാങ്ങണോ വേണ്ടേ എന്നുള്ളത്. എൻ്റെ ഒപ്പീനിയനിൽ ലൂയിസ് സ്കെല്ലി ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വാങ്ങാൻ പറ്റിയ പ്ലെയറാണ്. നല്ല പ്ലെയറാണ്, പക്ഷേ വലിയ എമൗണ്ട് കൊടുത്ത് കൊണ്ടുവരുന്ന പ്ലെയർ അല്ല. അതിന് പകരം നല്ല ഓപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ എന്തായാലും ലൂയിസ് സ്കെല്ലിന് മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ലിങ്ക് ആയിട്ടുള്ളത്. അല്ലാതെ വേറൊരൊറ്റ പ്ലെയറായിട്ട് നമ്മൾ ലെഫ്റ്റ് ബാക്കിൽ ലിങ്ക് ആയിട്ടില്ല ഇതുവരെ. സോളിഡ് ലിങ്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ആൻഡേഴ്സിനെ കുറിച്ചിട്ടാണ് പലരും പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സ് പ്രകാരമാണെങ്കിൽ ബെൻ ജേക്കബ്സ് ഒക്കെ പറയുന്നത് ആൻഡേഴ്സിന് എന്തായാലും മൂവ് ചെയ്യും. അത് ഒന്നില്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ യുണൈറ്റഡ് ആണ്. എന്തായാലും മാഞ്ചസ്റ്ററിലായിരിക്കും ആൻഡേഴ്സൺ വന്നു ചേരാൻ പോകുന്നത്. അത് ഏത് മാഞ്ചസ്റ്ററിലാണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഡൗട്ടായി നിൽക്കുന്നത്. സിറ്റി ഓൾറെഡി ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, മാഞ്ചസ്റ്റർ ഓൾറെഡി ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആകെ കിട്ടാനുള്ളത് ആൻഡേഴ്സൻ്റെ പെർമിഷനാണ്, എങ്ങോട്ട് പോകണം എന്നുള്ളൊരു യെസ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ എന്തായാലും അതാണ് വരുന്ന എല്ലാ റിപ്പോർട്ട്സും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട്സൊക്കെ ഇനി അങ്ങോട്ട് എന്ത് തന്നെ റിപ്പോർട്ട്സാണ് വരാൻ പോകുന്നൊരു പിടുത്തമില്ല. ഇതുവരെ ഡേവിഡ് ഓൺസ്റ്റിൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഡേവിഡ് ഓൺസ്റ്റിൻ്റെ ഒരു ബോംബൊക്കെയാണ്. അത് എന്ന് വരുന്നത് നമുക്കറിയില്ല. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടൊരു ലേറ്റസ്റ്റ് ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എലിയറ്റ് ആൻഡേഴ്സൺ ഇൻസ്റ്റാഗ്രാമിൽ കോബി മെനുവിൻ്റെ കൂടുതലൊരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഇതേപോലെ തന്നെ ജോഷുവ സെർക്സി പണ്ട് ഇതുപോലത്തെ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. അതായത് ഏതോ ഒരു നെതർലാൻഡ്സ് വേഴ്സസ് ഇംഗ്ലണ്ട് ഫ്രണ്ട്ലി കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ ജോഷുവ സെർക്സിയുടെ ലിങ്ക്ഡ് ആയിരുന്നു. അപ്പോൾ ആ മാച്ചിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ മാച്ച് കഴിഞ്ഞ സമയത്ത് ജോഷുവ സെർക്സി പോയിട്ട് മെയിനുവിനായിട്ടുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പിക്ചർ ഇൻസ്റ്റാഗ്രാമിൽ മുപ്പര് അന്ന് ഷെയർ ചെയ്ത് കണ്ടിരുന്നു. അപ്പോൾ അതേ ഒരു സംഭവമാണ് ഇവിടെയും എലിയറ്റ് ആൻഡേഴ്സൺ ഫോളോ ചെയ്യുന്നതെന്നാണ് എൻ്റെ സംശയം. എലിയറ്റ് ആൻഡേഴ്സന് യുണൈറ്റഡ് വേണം എന്നാണോ അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ന്യൂസ്. ബലേബെ എന്തായാലും നമ്മളെ വട്ടമിട്ട് പറക്കുന്നുണ്ട് യുണൈറ്റഡിനെ. എന്തായാലും വിൽകോക്സിൻ്റെ ഫേവറേറ്റ് മിഡ്ഫീൽഡർ ബലേബയായി മാറും തോന്നുന്നു. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ വാങ്ങാൻ പോകുന്ന നെക്സ്റ്റ് മിഡ്ഫീൽഡർ ആരാണ്, നമുക്ക് വരാൻ പോകുന്ന സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് മിഡ്ഫീൽഡർ ആഫ്റ്റർ ബലേബ ആരാന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ടൊണാലി ഏകദേശം ഡെഡാണ്. കാരണം ടൊണാലിക്കെതിരെ അങ്ങനെ എഴുതിയോണ്ട് അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഇൻഫർമേഷൻ പോയതുകൊണ്ട് ടൊണാലിക്ക് ഇനി വലിയ താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ്, നിങ്ങൾക്ക് തോന്നുന്ന മിഡ്ഫീൽഡേഴ്സ് ആരൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത്? അതിൻ്റെ കൂടെ റൈറ്റ് ബാക്ക് ഓപ്ഷൻസ് ആരാണ് നമുക്ക് വേണ്ടത്, ലെഫ്റ്റ് ബാക്ക് ആരാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ചെയ്തൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് കണ്ട ന്യൂസ് നിന്ന് ചെയ്തതാണ്. നമുക്ക് വീണ്ടും ഒരു ലൈവിൽ മീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലൈവിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മെമ്പേഴ്സിന് തീർച്ചയായിട്ടും ഫ്രീ കോളിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ലൈവിൻ്റെ ഇടയ്ക്ക് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. അങ്ങനത്തെ ഒരു ലൈവ് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങളുടെ കമൻറ്റ്സ് താഴെ എഴുതാൻ തീരെ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആർസണൽ ഫാൻസിനും ഷെയർ ചെയ്തേക്കുക. കാരണം ലൂയിസ് സ്കെല്ലിയെ കുറിച്ച് അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വേറെ തീർച്ചയായിട്ടും അടുത്തൊരു ലൈവിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സീ യു.